ഇന്ന് കൂട്ടാൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് കാണാൻ വേണ്ടി പോവാണ്. പാലക്കാട് മുട്ടിക്കുളങ്ങര പോലീസ് ട്രെയിനിങ് ഗ്രൗണ്ടിലാണ് പരേഡ് നടക്കുന്നത്. രാവിലെ 6:30 വരെയാണ് ഗസ്റ്റുകൾക്ക് എൻട്രി ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെളുപ്പിനുള്ള ട്രെയിനിന് കയറി. ശരിക്കും പറഞ്ഞാൽ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ ഞാനും ഉണ്ടാവേണ്ടിയായിരുന്നു. പക്ഷേ ഡ്രൈവിംഗിൽ ഫെയിൽ ആയാൽ എനിക്ക് ഈ ലിസ്റ്റിൽ കയറാൻ പറ്റിയില്ല. അടുത്ത എക്സാമിന് വേണ്ടിയിരുന്ന് പഠിച്ചു. ഫിസിക്കലും പാസ്സായി, ഡ്രൈവിംഗും പാസ്സായിട്ടുണ്ട്. അടുത്ത ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനിപ്പോൾ. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലായാലും തോറ്റുപോയി എന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറരുത്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അങ്ങനെ പരേഡ് എടുക്കുന്ന ഗ്രൗണ്ടിലെത്തി. എല്ലാവരുടെയും ഫാമിലീസും കൂട്ടുകാരൊക്കെ നേരത്തെ തന്നെ വന്ന് ഇരുന്നിട്ടുണ്ടായി. ഏകദേശം 6:30 ആയപ്പോഴേക്കും ഞങ്ങളിരുന്ന സ്ഥലം മൊത്തം നിറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ കുറെ കാത്തിരിപ്പിന് ശേഷം പരേഡ് സ്റ്റാർട്ട് ചെയ്തു. 300ഓളം പോലീസുകാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. KAP 1 ബറ്റാലിയൻ, KAP 2 ബറ്റാലിയൻ, അതേപോലെ പോലീസ് ഡ്രൈവർമാർ. 6 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്ന പോലീസ് ഡ്രൈവർമാരുടെ 9 മാസത്തിലേക്ക് ട്രെയിനിങ് ആക്കിയിരുന്നു. അങ്ങനെ 9 മാസത്തിന് ശേഷം ഇറങ്ങുന്ന ആദ്യത്തെ ബാച്ചും കൂടിയാണ് ഇതിൽ പോലീസ് ഡ്രൈവർമാരുടെ. ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയായിരുന്നു മുഖ്യ അതിഥി. കൂടാതെ പല പ്രമുഖ വ്യക്തികളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായി. യൂണിഫോം ഇട്ട് ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെയും ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം കണ്ടാൽ തന്നെ അറിയാം അവരെത്ര അഭിമാനത്തിലാണെന്ന്. പിന്നെ കഠിനമായ ട്രെയിനിങ് കഴിഞ്ഞ് ഫാമിലീനെയും ഫ്രണ്ട്സിനെയും കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം മാത്രം. അങ്ങനെ എൻ്റെ കൂട്ടാനെ പോലെ 300ഓളം പോലീസുകാർ നാടിൻ്റെ കാവലിനായിട്ട് ഇറങ്ങുകയാണ്. മൃദുഭാവേ ദൃഢകൃത്യം.